നമുക്ക് ഇച്ചിരി എണ്ണ കാച്ചാം. അതിനുള്ള സാധനങ്ങളൊക്കെ ഇന്നൊന്ന് പറിച്ചെടുക്കാം. നമ്മുടെ അപ്പോൾ ഇതാണ് നമ്മുടെ കറ്റാർവാഴപ്പോള നിൽക്കുന്നത്. ഇതിൻ്റെ 2 പോള നമുക്ക് കണ്ടിച്ചെടുക്കാം. അടത്തിയെടുക്കാം അല്ലേ വെച്ചേ? ഇത് കഴിഞ്ഞ വർഷം പൂത്തായിരുന്നു, പക്ഷേ നമ്മൾ അന്നേരം അത്ര ശ്രദ്ധിച്ചില്ലല്ലേ? ആണോ? ഇപ്പം കറ്റാർ വാഴപ്പുള്ളയുടെ 2 മുഴുത്ത തണ്ടിങ് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചതായതുകൊണ്ട് വലിയ തണ്ടാണ് ഇതിൻ്റെ. ഉണ്ടോ എന്നാ മുഴുത്ത തണ്ടാന്ന്. നമ്മുടെ തുമ്പ മാത്രം ഒരു ചുവടേ കിട്ടിയുള്ളൂ, ബാക്കി എല്ലാം ഉണങ്ങിപ്പോയി. ഇനിയിപ്പോൾ കിളുത്ത് വരണം. ഇത്രേ കിട്ടിയുള്ളൂ. ഇതെടുത്തങ്ങ് വെക്കാം. ഇപ്പം നമ്മുടെ തുളസിയിൽ നമുക്ക് കുറച്ച് തുളസിയിലയും കൂടെ ഞുള്ളിയെടുക്കണം. വലിയ തുളസി ഇത് നല്ലപോലെ ഇപ്പോൾ ഇതിൻ്റെ പൂ ഞുള്ളിതേ ഉള്ളൂ. ഞാൻ എന്നും പൂ ഞുള്ളിക്കൊണ്ടിരുന്നാൽ തുളസി നല്ല തളുത്ത് വന്നുകൊണ്ടിരിക്കും. പൂത്താൽ പിന്നെ പൂത്ത് പിന്നെ അത് പോയി പിന്നെ അത് കിളുത്ത് വരണം. അത് ഇതിൻ്റെ പേര് കർപ്പൂര തുളസി എന്നാണ്. ഇതിന് നല്ല മണമാണ്. ഇതും കൂടെ കുറച്ച് പറിച്ചിടാം. നമ്മുടെ പാവലിൻ്റെയും പയറിൻ്റെയും എല്ലാം പന്തലിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മുടെ തുളസിയും ചെടികളും എല്ലാം വെച്ചിരിക്കുന്നത്. തുളസി അതുകൊണ്ട് ഇത്ര പൊങ്ങോളം തോന്നുന്നു. പന്തലെല്ലാം ഇച്ചിരൂടെ വലിച്ചു കെട്ടേണ്ടി വരും. പന്തല് മേലോട്ട് നമുക്ക് വലിച്ചു കെട്ടാൻ, അല്ലെ ആ ഇഞ്ചിക്കൊക്കെ ക്ഷീണമാകും. ചെമ്പരത്തിപ്പൂവും കൂടെ പറിക്കാം. ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടു. 5 ഇതൾ ചെമ്പരത്തിയാണേ ഇന്നല്ലയോ. ചെമ്പരത്തി അങ്ങ് പൊങ്ങി പൊങ്ങി അങ്ങ് പോവുക. പിടിച്ചോ. ഇനി ഇത് വിടുമ്പം ഇത് തൂങ്ങി അങ്ങ് പോവോ? അതിൻ്റെ അടുത്ത് നമുക്ക് വീട്ടിൽ മൈലാഞ്ചി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മൈലാഞ്ചി ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ലതെല്ലാം കൂടെ കുറേ ഇല തന്നെ പറിച്ചെടുക്കണം. പറിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ. എണ്ണ കാച്ചാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പറിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. കറ്റാർവാഴപ്പോള ഉണ്ട്, മൈലാഞ്ചി ഇലയുണ്ട്, കയ്യുന്നിയുണ്ട്, തുമ്പയുടെ കുറച്ചില കിട്ടിയുള്ളൂ ഈ പ്രാവശ്യം, കറിവേപ്പിലയുണ്ട്, കർപ്പൂര തുളസിയുടെ ഇലയുണ്ട്, പിന്നെ തുളസി ഇലയുണ്ട്, ചെമ്പരത്തി പൂവുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 2 കൂട്ടം സാധനം കൂടെ ചേർക്കണം. അത് ഉലുവ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളിയും പൊളിച്ചെടുക്കണം. ഇതെല്ലാം കൂടെയാണ് എണ്ണ കാച്ചുന്നത്. എണ്ണ കൂട്ടി 11 കൂട്ടം സാധനങ്ങളാണ് എണ്ണ കാച്ചുന്നത്. ഇതിൻ്റെ എല്ലാം കൂടെ ഒന്ന് പറിച്ചെടുക്കാം നല്ല ഇല നോക്കി. ഈ പ്രാവശ്യത്തെ മൈലാഞ്ചിയുടെ ഇല കിട്ടിയത് നല്ല സൂപ്പർ ഇലയാണ് അല്ലേ? നല്ല തളുപ്പ് ഇലയാണ്. തണ്ട് വേണ്ട കേട്ടോ, ഇല തന്നെ ഒരു ഇല അരയാൻ പാടാം.
നീ പാടുള്ള ഇല എടുക്കണ്ട കേട്ടോ വെച്ച്. പാടുണ്ടോ? ആ, ചിലതിലടിയിൽ ഒരു പൂപ്പൽ പോലെ വരുന്നുണ്ട്. ആ, മൈലാഞ്ചി മുള്ളുള്ളതാണ്. മൂത്തതാണേ മുള്ളുണ്ടാവും. ഇതിപ്പോൾ അധികം മൂത്തതല്ലാത്തതുകൊണ്ട് ഇതേ മുള്ളില്ല. ഈ ചെമ്പരത്തിപ്പൂ ഒരുക്കുമ്പോഴേ ഇതിൻ്റെ ഞെട്ടും കളയണം, അകത്തുനിന്ന് ഇങ്ങനെ ഈ നിൽക്കുന്ന ഈ സാധനവും കളയണം. അത് മരുന്നിനെടുത്താലും പൂജയ്ക്കെടുത്താലും എല്ലാം ഇങ്ങനെ തന്നെ കളയണം. ഇത് കറ്റാർ വാഴപ്പോള കണ്ടിച്ച് കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ കുറേ മഞ്ഞക്കറ വരും. ഇത് കളയണം. ഇതിങ്ങനെ കളഞ്ഞ് വെച്ച് വേണം ഇത് നമ്മളിതിൻ്റെ മുള്ളൊക്കെ ഇങ്ങനെ കണ്ടിച്ചിങ്ങനെ കളയണം. രണ്ട് വശവും മുള്ള് കണ്ടിച്ച് കളഞ്ഞേച്ച് അരിഞ്ഞിടുന്നവരുമുണ്ട്. ഇത് അകത്തുനിന്ന് ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് എണ്ണയ്ക്കകത്ത് ഇടുന്നവരുമുണ്ട്. ഇത് വേണം ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഇതിങ്ങനെ ഇതിങ്ങനെ ജെല്ല് തന്നെ എടുത്തിടണം. അപ്പം തൊണ്ടോടെ ഇങ്ങനെ അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. ഇങ്ങനെ ജെല്ലെടുത്ത് ഇടുകയാണെങ്കിൽ ഒന്നും കൂടെ കക്കം കുറഞ്ഞ് കിട്ടും. ഇതിൻ്റെ പിഴിയുമ്പോൾ ഇതിൻ്റെ പിശിര് കുറേ കുഴഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ഇടുന്നത്. നമുക്കിപ്പോൾ ഇഷ്ടം പോലെ ഇതിൻ്റെ പോള ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. കുറച്ചോ ഉള്ളെങ്കിൽ അത് അരിഞ്ഞിട്ടങ്ങ് അല്ലെ മേടിച്ചിടുവോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചിടും. ഇതിപ്പോൾ നമുക്കിഷ്ടം പോലെ എടുക്കാനുണ്ട്. ആ, നീ വേണേ പറഞ്ഞ എടുത്ത് ചെവിയിലോട്ട് വെച്ചു. എനിക്ക് വേണം. നമ്മുടെ എണ്ണ കാച്ചാനുള്ള ഇലകളും പൂക്കളും ഒക്കെ പറിച്ച് ഒരുക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ മിക്സിയിലോട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ കൂടെ തന്നെ നമ്മൾ ഉലുവായും കൂത്ത് വെച്ചിരിക്കുന്ന ഇടും, ഉള്ളി പൊളിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇടും. ഒന്നായിട്ട് അടിക്കത്തില്ലെന്ന് തോന്നും. നമുക്ക് രണ്ടായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് 1 കിലോ എണ്ണയാണ് കാച്ചുന്നത്. അപ്പം നമുക്കതിന് വേണ്ടി സാധനങ്ങൾ ഇച്ചിരി കൂടുതൽ വേണം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉള്ളി, കുറച്ച് കറ്റാർവാഴയുടെ ജെല്ലും കൂടി വെച്ചെടുക്കാം. നമുക്ക് രണ്ടായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ അരയ്ക്കുമ്പോൾ അങ്ങ് ഒതുങ്ങും. അന്നേരം വേണേൽ ഒന്നായിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് അരിക്കാൻ എളുപ്പമുണ്ട്. അപ്പം നമുക്ക് രണ്ടായിട്ട് എടുക്കാം. എല്ലാം മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തോരത്തിനകത്തേക്കിടാം. അരിച്ചെടുക്കാൻ തോരത്തിനകത്താണ് പിഴിഞ്ഞെടുക്കാം. അരിപ്പയ്ക്കകത്ത് അരിച്ച് അത്രയും നീര് കിട്ടുകയില്ല. അതുകൊണ്ട് നമുക്കൊന്ന് അരിപ്പയ്ക്കകത്തിടാം. ഇത് കുറച്ചുകൂടി അരച്ചെടുക്കാനുണ്ട്. നമുക്കിത് ഇട്ടിട്ട് ബാക്കിയും കൂടി അരച്ച് നമുക്ക് ഇതിനകത്തേക്കിടാം. ബാക്കിയും കൂടി ഇടാമേ. ഉലുവായും കൂടി ഇതിനകത്തിട്ടിട്ട് ഇത് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവായ. നമുക്ക് ഇതും കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. നമുക്കിതിനകത്ത് നീലയമരി ചേർക്കാനുള്ളതാണ്. പക്ഷെ നമുക്ക് നീലയമരി ഇല കിട്ടാത്തത് കൊണ്ട് നമ്മളെ നീലയമരി പൊടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് ലാസ്റ്റ് ചേർത്താൽ മതി.
നമുക്കത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഈ എണ്ണ ഇത് നമ്മൾ പിന്നെ എണ്ണയ്ക്ക് ചേർക്കാനുള്ളതെല്ലാം കൂടെ അരച്ചെടുത്താൽ ഇതുപോലെ കുറച്ച് പിശിര് നമുക്ക് കിട്ടും. ഇതെല്ലാം കൂടെ നമ്മൾ അരിക്കാതെ ഇട്ടാൽ എണ്ണയ്ക്ക് ഒത്തിരി കക്കനാകും, എണ്ണ ഒരുപാട് നഷ്ടമാകും അന്നേരം. ഇനിയിപ്പം നമുക്ക് എളുപ്പമുണ്ട്. എന്നാലും കുറച്ച് കക്കനൊക്കെ കാണും. ഇത് അരിച്ച് വരുമ്പോഴത്തേനും പറ്റി നല്ലപോലെ ആയി എണ്ണ പരുവത്തിനായി കഴിയുമ്പം കുറച്ച് കക്കനൊക്കെ കാണും. ഇതെല്ലാം കൂടെ ആകുമ്പോൾ എണ്ണ നഷ്ടം വരും. അതിനാണിത് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് എണ്ണ എടുപ്പാൽ വെക്കാം എന്നല്ലേ. നമുക്ക് തീ കത്തിച്ച് നമുക്ക് ചീനിച്ചട്ടി എടുപ്പ് വെക്കാം. എണ്ണ കാച്ചുന്നതല്ല, ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് വേണം എണ്ണ കാച്ചാൻ. ഇപ്പോൾ എല്ലാം കൂടെ ഇടിച്ച് പിഴിഞ്ഞ നീര് ഒരു 1/2 ലിറ്ററുണ്ട്. നമ്മൾ 1 ലിറ്റർ എണ്ണയ്ക്കകത്താണ്, 1 കിലോ എണ്ണയ്ക്കാണ് 1/2 ലിറ്റർ നീര് ഒഴിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഇത് നമുക്ക് ഈ 1 കിലോ എണ്ണയും ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഇളക്കാൻ തുടങ്ങണം. പിന്നെ ഇളക്ക് നിർത്തിയാനേ പറ്റിയല്ല. ഇത് പറ്റുന്നിടം വരെ നമ്മളിതിൻ്റെ കണക്കാകുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ എണ്ണ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കണം. ഇനി ഈ ഇളക്ക് നിർത്താനേ പറ്റിയല്ല. എണ്ണ കണക്കിന് ആകുന്നിടം വരെ, വെള്ളത്തിൻ്റെ അംശം പറ്റുന്നിടം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എണ്ണ കാച്ചി തീർന്നില്ല. ഇത് കണ്ടോ, എണ്ണയുടെ ഈ പൊട്ടലുണ്ടല്ലോ, ഈ തിളച്ച് നിൽക്കുന്നില്ലേ, ഇതിങ്ങനെ ഈ തിള നിന്ന് വരണം. ഈ എണ്ണയുടെ ഈ പൊട്ടലൊക്കെ നിൽക്കണം. പിന്നെ ഈ പൊട്ടൽ തിന്ന് കഴിയുമ്പോൾ ഈ കക്കനൊക്കെ നല്ല ഉണങ്ങി നല്ല പിരിപിരാന്നാകും. നല്ലപോലെ പ്രായമായവർക്കാകുമ്പം നല്ല ഒരുമാതിരി കല്ല് പോലെ ഉണങ്ങണം. പിന്നെ ഒരു 10, 35, 40, ഒരു 10 വയസ്സ് കഴിഞ്ഞവർക്ക് തൊട്ടാണെങ്കിൽ അത് ഇച്ചിരി കൂടെ കുറച്ച് കക്കന് ആയാൽ മതി. ഇപ്പോൾ ഈ കറുത്തിരിക്കുന്ന സാധനം കണ്ടോ, ഇത് നല്ല പിരിപിരാന്ന് ആകും. അന്നേരം നമുക്ക് വാങ്ങേണ്ടത്. അത് വലിയൊരു കഥയാണ്. അച്ചമ്മച്ചിയുടെ അമ്മയ്ക്ക് പിന്നെ കുഞ്ഞിലേ മുതലേ തലവേദന ഉണ്ടായിരുന്നു. ഒരു 10-12 വയസ്സൊക്കെ ആയപ്പോൾ മുതൽ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തലവേദന ഇങ്ങനെ വന്ന് ഒത്തിരി മരുന്നെല്ലാം ചെയ്തിട്ട് കുറേ കഴിഞ്ഞിട്ട് ഒരു വൈദ്യര് മരുന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ എണ്ണ കാച്ചി തേച്ചാൽ തലവേദന മാറുമെന്ന് പറഞ്ഞു. അപ്പം അച്ചമ്മച്ചിയുടെ വല്യമ്മച്ചി, അതായത് എൻ്റെ അമ്മയുടെ അമ്മ, എണ്ണ കാച്ചി മരുന്നെല്ലാം പറിച്ചിട്ട് എണ്ണ കാച്ചി അതിൽ കൂടുതലും ചേർത്തുകൊണ്ടിരുന്ന കയ്യുന്യമായിരുന്നു. കയ്യുന്യം എന്ന് പറയുന്ന ഒരു പച്ചമരുന്ന്, അത് കൂടെ കൂടുതലിട്ട് എണ്ണ കാച്ചി അങ്ങനെ തേപ്പിച്ചു. പിന്നെ അച്ചമ്മച്ചിയുടെ അമ്മയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞും ഇവിടെ എണ്ണ ആ അമ്മ കാച്ചിക്കൊണ്ട് കൊടുത്താണ് ഇവിടെ എൻ്റെ അമ്മ തേച്ചുകൊണ്ടിരുന്നത്. വല്യമ്മച്ചി കാച്ചിക്കൊണ്ട് കൊടുത്താണ് തേച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തേച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ 3-4 പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അമ്മയുടെ അമ്മ അങ്ങ് മരിച്ചുപോയി. പിന്നെ എണ്ണ കാച്ചി കൊണ്ടുവരാനൊന്നും ആളില്ല. അപ്പോൾ എൻ്റെ അമ്മ ഈ എണ്ണ കാച്ചുന്നതെല്ലാം കണ്ടുപഠിച്ചു വല്യമ്മച്ചി പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ കാച്ചി എടുക്കണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നല്ല.
അപ്പം പിന്നെ അമ്മച്ചി എൻ്റെ അമ്മച്ചി തന്നെ എണ്ണ കാച്ചാൻ തുടങ്ങി, മരുന്നൊക്കെ പറിച്ചുകൊണ്ടുവന്ന് കാച്ചാൻ തുടങ്ങി. അപ്പം അങ്ങനെയായപ്പം ഞാനിത് കണ്ടുപിടിച്ചു, എന്നൊക്കെ ചേർക്കുന്നുണ്ട് മരുന്ന്. അപ്പോൾ എണ്ണ കാച്ചിയാൽ എങ്ങനെയാണ്, അതെല്ലാം അമ്മ അതിൻ്റെ പരുവെല്ലാം പറഞ്ഞും കാണിച്ചും ഒക്കെ തന്ന് അങ്ങനെ ഞാൻ ആ എണ്ണ കാച്ചാൻ പഠിച്ചു. ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ ഈ കൊറോണ സമയമൊക്കെ ആയിക്കഴിഞ്ഞ് അത് ചിക്കൻ ഗുനിയ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി മുഴുവനും പോയായിരുന്നു. എനിക്കിഷ്ടം പോലെ മുടിയുണ്ടായിരുന്നു. എൻ്റെ മുടി മുഴുവൻ ചിക്കൻ ഗുനിയ വന്നങ്ങ് പോയി കഴിഞ്ഞപ്പം തലയെല്ലാം തെളിഞ്ഞ് എനിക്ക് നാണമായി. പിന്നെ മനുഷ്യൻ്റെ മുറ്റത്തൊക്കെ ഇറങ്ങാൻ അതുപോലെ മുടി അങ്ങ് ഇല്ലെന്നായി. അപ്പം ഞാൻ പിന്നെ മരുന്ന് പറിച്ചിട്ട് ഞാൻ എണ്ണ കാച്ചാൻ തുടങ്ങി. ഞാനെങ്ങനെ എണ്ണ കാച്ചി എൻ്റെ അമ്മ പറഞ്ഞതും കാണിച്ചതും അനുസരിച്ച് ഞാൻ എണ്ണ കാച്ചിയാണ് ഞാൻ പഠിച്ചത്. ഇപ്പോഴും ഈ തലമുടി നരയ്ക്കുന്നതിനും ഒക്കെ നല്ലതാണ് ഈ എണ്ണ കാച്ചി തേക്കുന്നത്. മുടിക്ക് കളറും കിട്ടും, മുടി വളരുകയും ചെയ്യും. അച്ചമ്മച്ചിക്ക് ഇപ്പോഴും ആവശ്യത്തിനുള്ള മുടിയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സായെന്ന് നിനക്കറിയാവോ? എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 94 വയസ്സായി. എൻ്റെ അമ്മയുടെ മുടി ഇപ്പോഴും ഇതുവരെ മുഴുവൻ നരച്ചിട്ടില്ല. ഇപ്പോഴും അമ്മയുടെ മുടി പകുതിയെ നരച്ചിട്ടുള്ളൂ, പകുതി കറുത്ത മുടിയാണ്. അമ്മയ്ക്ക് ഇപ്പം ഞാൻ എണ്ണ കാച്ചിക്കൊണ്ട് കൊടുത്താൽ എൻ്റെ അമ്മ തേക്കുന്നത്. ഇനി എൻ്റെ അമ്മയുടെ ജീവിതകാലം മുഴുവനും ഞാൻ എണ്ണ കാച്ചിക്കൊണ്ട് കൊടുക്കും. ഈ എണ്ണ തന്നെയാണ് ഞാനും തേക്കുന്നത്. ചമ്മച്ചിക്ക് ഇപ്പോഴും ആവശ്യത്തിന് മുടിയില്ലേ? അതങ്ങനെയാണ് ഞാൻ ഈ എണ്ണ കാച്ചാൻ പഠിച്ചത്. കാച്ചെണ്ണ തേച്ച നിൻ കാർക്കൂന്തളത്തിലെ കാറ്റേറ്റാൽ പോലും എനിക്കുന്മാദം. മുമ്പേ അച്ചമ്മച്ചി കാണിച്ചില്ലായിരുന്നു എണ്ണയുടെ കക്കൻ ഇതുപോലെ വരുമെന്ന്? ഇത് കണ്ടോ? ഇതിപ്പം കണ്ടോ, നല്ല ഉണങ്ങി വരുന്നു. ഒരു ലേശം കൂടെ ഒരു 2 മിനിറ്റ് കൂടെ ഇളക്കിയാൽ മതി. അപ്പോൾ ഇത് നല്ല കണക്കാകും. നല്ല പിരിപിരാന്നാകുമ്പോൾ താത്ത് വെക്കണം. ശരി, ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് കുരുമുളക് പൊടി ഇട്ട് നോക്കാം. കണ്ടോ പൊട്ടി? ഇത് കണ്ടോ? ഇപ്പം നല്ല ഇത് കണ്ടോ, നല്ല കരികരാന്നായില്ലേ? ഇത് കണ്ടോ, കുരുമുളകൊക്കെ പൊട്ടി. നമുക്ക് ഇത് താത്ത് വെക്കാം. ലേശം ഒന്ന് ചൂട് കുറഞ്ഞിട്ട് നമുക്ക് നീലയമരിപ്പൊടിയും കൂടി ഇടാം, അല്ലേ മൂത്തുപോകും. എണ്ണയുടെ തിളയൊക്കെ നിന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നീലയമരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടാൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. ഇതുകൊണ്ട് ഇത് തേക്കുമ്പോഴേ ഒന്നും കറക്കുകയില്ല, എല്ലാവരും പറയുന്ന പോലെയൊന്നും. ഇതിങ്ങനെ കുറേ നാൾ വെക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. ഞാൻ കഴിക്കുക എൻ്റെ മുടിയോ അതിലേലിയൊക്കെ നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അച്ചമ്മച്ചിക്ക് 10-70 വയസ്സായില്ലേ? ഇനിയിപ്പം നരയ്ക്കാതിരിക്കാൻ പറഞ്ഞാൽ നടക്കൂ. പിന്നെ ഇതൊക്കെ തേക്കുമ്പോൾ കുറേ മാറ്റം. ഇപ്പം കണ്ടോ, നീലയമരിപ്പൊടി ഇട്ടപ്പം വേറൊരു കളറായില്ലേ എണ്ണയ്ക്ക്? മൊത്തം കളറല്ലോ. ഇതുണ്ടോ, ഇതിപ്പം കക്ക നല്ല ഇങ്ങനെ ഉണ്ടാവും. ഇതുകൊണ്ട് ഇപ്പം എണ്ണ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണയുടെ പണിയെല്ലാം തീർന്നു. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് നമുക്ക് അരിച്ച് കുപ്പിയിലാക്കി വെക്കണം. ഇപ്പം നമ്മൾ ഇന്നലെ കാച്ചി വെച്ച എണ്ണയൊക്കെ തണുത്തിരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അരിപ്പ യോഗ പിടിക്കണം. കണ്ടോ, എണ്ണയുടെ ഇടയിൽ തെമട്ട് കണ്ടോ? ഇതാണ് കൽക്കം എന്ന് പറയുന്നതിന്. നീലയമരിയുടെ പൊടിയിട്ടതും എണ്ണയുടെ മട്ട് ഇതെല്ലാം മരുന്നെല്ലാം കൂടെ അടിഞ്ഞ് കലക്കമായിട്ടിരിക്കുന്നത്. നമുക്ക് ഇത് എണ്ണ നമ്മുടെ കുപ്പിയിലോട്ടാക്കി വെക്കാം.
ഇതിനൊരു കുപ്പി എണ്ണയാണ് നമ്മൾ ഒഴിച്ചത്. ഉണ്ടോ, ചൂടായി തിളച്ചെല്ലാം പറ്റി വന്നപ്പോഴത്തേനും ഇത് ഇത്രയായി. നമ്മുടെ കാച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.